കൊച്ചി കോർപ്പറേഷൻ രവിപുരം ഡിവിഷനിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനെതിരെ മത്സരിച്ച 2020 സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി ജൂഡിയാണ് ഇക്കുറി മത്സരിക്കുക. സ്വന്തം അഭിപ്രായങ്ങളോ ആശയങ്ങളോ നടപ്പാക്കാനാകാതെ 2020യിൽ നിന്ന് ജയിച്ചു വരുന്നവർ വെറും പാവകളാണെന്ന് ആന്റണി ജൂഡി പറഞ്ഞു. ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത പാർട്ടിയാണ് 2020 എന്നും അതുകൊണ്ടാണ് നന്മയുടെ ജനപക്ഷമായ കോൺഗ്രസിൽ ചേർന്നതെന്നും ആന്റണി ജൂഡി തുറന്നടിച്ചു. മാത്രമല്ല സംസാരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ 2020യിൽ നിന്ന് ജയിച്ചു വരുന്ന പ്രതിനിധികൾ വെറും പാവകളായിട്ട് മാത്രമാണ് പല പഞ്ചായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനും എതിർത്തുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആശയങ്ങളെ സ്വാഗതം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ സംസാരിക്കാനോ ഉള്ളൊരു വേദി പോലും ഒരുക്കാത്ത ഒരു പ്രസ്ഥാനമാണ് 2020. നമ്മുടെ ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തെ എതിർത്തുകൊണ്ടാണ് ഞാൻ നന്മയുടെ ജനപക്ഷമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, എന്തുകൊണ്ടാണ് ആന്റണി ജൂഡി പാർട്ടി വിട്ടത്? എന്തൊക്കെയാണ് 2020യെ കുറിച്ചുള്ള ആന്റണിയുടെ പരാതികൾ? ധന്യ, കൊച്ചി കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിൽ 64 ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 2 വാർഡുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രവിപുരം, ചെർളായി ഡിവിഷനുകളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ ഒഴിച്ചിട്ടിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് രവിപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനെതിരെ മത്സരിച്ച 2020 സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി ജൂഡിയാണ് ഈ രവിപുരത്ത് ഇക്കുറി മത്സരിക്കുക. 2020യിൽ നിന്ന് രാജിവെച്ച് പിന്നീട് ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം 2020ക്കെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2020യിൽ പല വാഗ്ദാനങ്ങൾ നൽകുകയും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ആളെ ചേർക്കുകയും പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം അഭിപ്രായങ്ങളോ സ്വന്തം ആശയങ്ങളോ നടപ്പാക്കാനാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടുന്ന് ജയിച്ചു വരുന്ന ആളുകളെല്ലാം തന്നെ ഒരു കളിപ്പാവകളായി മാറുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം ഈ ആന്റണി ജൂഡി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് വളർന്നു വന്ന ഒരു പാർട്ടിയാണ് 2020 എന്ന ആ ഒരു വിമർശനവും ഈ ആന്റണി ജൂഡി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളെല്ലാം തന്നെ കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളിലും നടപ്പാക്കുമെന്ന് പറഞ്ഞു വരികയും പിന്നീട് അവ നിർത്തലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വീണ്ടും 2020 ഇത്തരം വാഗ്ദാനങ്ങളുമൊക്കെയായി മുമ്പോട്ട് വരുന്നുണ്ട്. അതെല്ലാം കബളിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനങ്ങളെല്ലാം തന്നെ ആന്റണി ജൂഡി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആന്റണി ജൂഡി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ചെർളായി ഡിവിഷനിലെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് സസ്പെൻസ് ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുകയും ചെയ്യുന്നുണ്ട്. തന്നെയാണ്. ശരി സിജോ.